ഇന്ത്യയുമായുള്ള താരിഫ് യുദ്ധത്തിനിടയിൽ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ ഗതി എന്താകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ അമേരിക്കയുടെ ഇന്ത്യക്കാരുടെ ഗതി വല്ലാതെ ദുഷ്കരമാകുമെന്നാണ് പല മാധ്യമങ്ങളും അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 4700 വിസകളാണ് റദ്ദാക്കിയത്. അവിടെയുള്ള ഇന്ത്യക്കാരുടെ ജോലിയും അപകടത്തിലാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. കനത്ത തീരുവ ഏർപ്പെടുത്തിയതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കായി കർശന നിയമങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി. ഇതുമൂലം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ട്രംപിന്റെ കർശനമായ വിസ നിയമങ്ങൾ കാരണം അമേരിക്കയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. സർക്കാർ പരിശോധന ഭയന്ന് നിരവധി വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി നഷ്ടപ്പെട്ടു. ഇതുമൂലം അവർക്ക് ദൈനംദിന ചെലവുകളും വാടകയും നൽകാൻ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യം അവരുടെ ഉപജീവന മാർഗം ദുഷ്കരമാക്കി എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. കർശനമായ വിസ നിയമങ്ങൾ കാരണം അമേരിക്കൻ തൊഴിലുടമകൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവർ വാഗ്ദാനം ചെയ്താൽ സമയം വളരെ കുറവാണ് കൊടുക്കുന്നത്. ഇത് അവരുടെ വരുമാനം കുറച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം നേടേണ്ടി വന്നിട്ടുണ്ട്. സാധാരണയായി US പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അവരുടെ ചെലവുകൾ വഹിക്കാൻ പാർട്ട് ടൈം ജോലി ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ട്രംപ് ഭരണകൂടം വന്നതോടുകൂടി പാർട്ട് ടൈം ജോലിയിൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. 4700 വിദ്യാർത്ഥികളുടെ വിസകളാണ് ഇതിനോടകം തന്നെ റദ്ദ് ചെയ്തത്. ദിവസം 3 മണിക്കൂറിൽ കൂടുതൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാൻ ഈ വിദ്യാർത്ഥികൾക്ക് അനുമതിയില്ല എന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികൾ വാടക ക്രമീകരിക്കാനോ പലചരക്ക് സാധനങ്ങൾ മേടിക്കാനോ കഴിയുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പല വിദ്യാർത്ഥികൾക്കും ചെറിയ വീടുകളിൽ താമസിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ നിരവധി വിദ്യാർത്ഥികളുമായി ഒരു മുറി തന്നെ പങ്കിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അറ്റ്ലാന്റയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെയുള്ള സ്ഥാപനങ്ങളിൽ 28% എൻറോൾമെൻറ്റിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.